ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ ചോദ്യം കേട്ട കുഞ്ഞുമോൻ ആകെ ജാള്യതയോടെ തല കുനിച്ചു നിന്നു. ഉടനെ ശ്യാമ പറഞ്ഞു, ഇനി ഇവിടെ ഒരു നാടകത്തിന്റെ സീനൊന്നുമില്ല. അതുകൊണ്ട് വേഗം ഈ ചെയറ് അങ്ങ് അകത്തേക്ക് എടുത്തിട്ടിട്ട് നിങ്ങളുടെ ആളുകളും എത്രയും വേഗം പൊയ്ക്കോ, അതാ നല്ലത് എന്ന് ശ്യാമ അവരോട് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ വന്നു നിന്ന ഗുണ്ടകളെയെല്ലാം വിളിച്ചുകൊണ്ട് വേഗം തന്നെ കുഞ്ഞുമോൻ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് ശ്യാമ തൻ്റെ കയ്യിൽ ആ കുഞ്ഞുമോനെ ഏൽപ്പിച്ച ആ വീടിന്റെ ആധാരവും കയ്യിൽ പിടിച്ച് തൻ്റെ മകളും കുടുംബവും വരുന്നതും പ്രതീക്ഷയുടെ കാത്തവിടെ നിന്നു. അല്പസമയത്തിനുള്ളിൽ കാറിൽ വന്ന് ആ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് രാധിക. കാറ് നിർത്തിയതും വേഗം ഡോറ് തുറന്ന നേരെ മുന്നിൽ നിൽക്കുന്ന ഫിദ മേഡത്തെ കണ്ടതോടെ രാധിക വേഗം തന്നെ മേഡം എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി. വേഗം ശ്യാമ തൻ്റെ മകളെ കെട്ടിപ്പിടിക്കാനായി കൈനീട്ടി അരികിലേക്ക് മാടി വിളിച്ചതും ശ്യാമയുടെ അരികിലേക്ക് ഓടി വന്ന് രാധിക കെട്ടിപ്പിടിച്ചു. മേഡം എന്ന് വിളിച്ച് സന്തോഷത്തോടെ മേഡത്തെ കെട്ടിപ്പിടിക്കുമ്പോൾ രാധികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫിദ മോളുടെ മുടിയിഴകൾ തലോടി അങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ദേവനാരായണൻ തിരുമേനിയും മുത്തശ്ശിയും കൂടെ യശോദയും അവിടേക്ക് വന്നു നിന്നു. മേഡം വിളിച്ചപ്പോൾ ഇത്ര വേഗം മേഡം വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല എന്ന് രാധിക ഫിദയോട് അറിയിച്ചു. ഫിദ ഉടനെ തന്നെ ദേവനാരായണൻ തിരുമേനി ചോദിച്ചു, അല്ല, വീട് വിട്ടൊന്ന് മാറി നിന്നപ്പോൾ വല്ലാതെ വിഷമിച്ചു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണൻ പറഞ്ഞു, അതെ അതെ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാമെന്നാണ് കരുതിയത്, ഭഗവാന്റെ മുന്നിൽ പരാതി പറയാനായിട്ട്. പക്ഷേ ഭഗവാനോട് പരാതി പറയുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ അതിനുള്ള പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു. സത്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി എന്ന് ദേവനാരായണ തിരുമേനി പറയുമ്പോൾ ദേവനാരായണ തിരുമേനിയുടെയും ഭാര്യയുടെയും അതിശയത്തോടുള്ള നോട്ടം കണ്ട് ശ്യാമ ചോദിച്ചു, അല്ല, ഞാൻ എന്തിനാ ഇത്രയും വലിയൊരു തുക അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സഹായം നിങ്ങൾക്ക് ചെയ്തതെന്നായിരിക്കും നിങ്ങൾ രണ്ടുപേരുടെയും ആശങ്ക അല്ലേ? എന്നാൽ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. അത് നിങ്ങൾ ഈ മകളെ എനിക്ക് തന്നതിനാണ്, എനിക്ക് ഇങ്ങനെയൊരു മകളെ സമ്മാനിച്ചതിനാണ് ഞാൻ ഇങ്ങനെയൊരു സഹായം ചെയ്തത് എന്ന് ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അപ്പോഴേക്കും ദേവനാരായണ തിരുമേനി പറഞ്ഞു, എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നീ പകരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ദൈവത്തെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമാണ് നിങ്ങളെന്ന് ശ്യാമയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ദേവനാരായണൻ പറയുമ്പോൾ ശ്യാമ പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ കടമയാണ്. സത്യത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വലിയ ഉപകാരം ചെയ്തു, അതിനുള്ള പ്രത്യുപകാരം എൻ്റെ കടമ, അത്ര മാത്രമേ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാധികയും യശോദയും ദേവനാരായണനുമാകെ അതിശയത്തോട് നോക്കി. അല്ല, എന്താ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു, ഇവളെ നിങ്ങൾ വളർത്തിയില്ലേ, ഇത്രയും വലുതാക്കിയില്ലേ, ഇത്രയും നല്ല സ്വഭാവത്തിനുടമയാക്കിയില്ലേ, അത് തന്നെയാണ് ആ ഉപകാരം എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി തല കുലുക്കുമ്പോൾ ദേവനാരായണനും യശോദയും സന്തോഷപൂർവ്വം കൈകൂപ്പി നിന്നു. ഉടനെ യശോദ പറഞ്ഞു, മേഡത്തെക്കുറിച്ച് മോളിവിടെ വരുമ്പോൾ പറഞ്ഞിരുന്നു, മ്യൂസിക് സ്കൂളിൽ നിന്ന് വന്ന വഴി വരുമ്പോൾ എന്നോട് പറഞ്ഞു, മേഡത്തെ കാണുമ്പോൾ അമ്മയെ പോലെ തോന്നാറുണ്ട് എന്ന്. എന്നാൽ ഇപ്പോൾ എനിക്ക് തീർച്ചയായി, ഉറപ്പായി, ബോധ്യമായി, ഇത് അമ്മ തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞ് യശോദ കൈകൂപ്പി ശ്യാമയോട് നന്ദി അറിയിച്ചു. ഉടനെ ദേവനാരായണൻ പറഞ്ഞു, പണം ആ തുക എഴുതി വെച്ചോളൂ, ഞാൻ കുറേശ്ശെയായി അത് തന്ന് വീട്ടിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു, അതെ, അതിൻ്റെ പണത്തിൻ്റെ കണക്കും കാര്യങ്ങളുമൊക്കെ ഞാനും എൻ്റെ മോളും തമ്മിൽ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം തൻ്റെ കയ്യിലിരുന്ന ആ ആധാരം വേഗം ദേവനാരായണൻ തിരുമേനിയുടെ കയ്യിലേക്ക് പിര നൽകി. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക, നിങ്ങൾ അകത്തേക്ക് കയറിക്കോ എന്ന് ശ്യാമ യശോദയോടും മറ്റും പറഞ്ഞപ്പോൾ യശോദ ചോദിച്ചു, അല്ല മേഡം, ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അതെ, അവരിവിടെ എല്ലാം ആകെ അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഇറങ്ങാം, എല്ലാം കാര്യമായിട്ട് കുടിക്കാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാധിക ഫിദയുടെ അരികിലേക്ക് എത്തിച്ചു ചോദിച്ചു, മേഡം, ഞാൻ വിളിച്ചപ്പോൾ മേഡം ഇത്ര വേഗം എത്തുമെന്നും ഇങ്ങനൊരു സഹായം ചെയ്യുമെന്നും ഞാൻ ഒട്ടും കരുതിയില്ല എന്ന് രാധിക പറഞ്ഞതും ഉടനെ ഫിദ പറഞ്ഞു, അതെ, എനിക്ക് ചെയ്യാനുള്ളത് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് യാത്ര പറഞ്ഞ് ശ്യാമയും കൂട്ടരും അവിടെ നിന്ന് മടങ്ങി. അവർ പോയി കഴിയുമ്പോഴേക്കും ഉടനെ യശോദ വളരെ സന്തോഷത്തോടെ ദൈവത്തിനോട് നന്ദി പറയുന്നു, എൻ്റെ ഈശ്വര, ഇതെന്താ ഈ കാണുന്നത് എന്ന് പറഞ്ഞ് വേഗം യശോദ രാധികയുടെ അരികിലേക്ക് ചെന്ന് മോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ ശരിക്കും അവർക്ക് വലിയ ഇഷ്ടമാണ് എന്ന്.
അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാധിക തലയാട്ടി നിൽക്കുമ്പോൾ ഒന്നും മറുപടി പറയാനല്ലാതെ ആകെ നാണം കെട്ട് നിൽക്കുന്ന മുത്തശ്ശിയുടെ അരികിലേക്ക് എത്തി ദേവനാരായണൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പോൾ രാധിക മോളെ കുറ്റം പറയാൻ തോന്നുന്നുണ്ടോ? അമ്മ എപ്പോഴും എന്നെയും യശോദയെയും പറയാറുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും കൈപ്പിഴ സംഭവിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത വലിയ തെറ്റായി പോയി എന്നാണല്ലോ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാധിക മോളെ ഞങ്ങൾ വളർത്തിയത് തെറ്റാണെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചതും സുകുമാരി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. പിന്നീട് ദേവനാരായണനും യശോദയും രാധികയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പുണ്യമാണ് എന്ന് പറയുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ മ്യൂസിക് സ്കൂളിലേക്ക് എത്തിയ ശ്യാമ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മകളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. രാധിക മോൾക്ക് വേണ്ടി താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ ഇനിയും അവളുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്തു വിടണം, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ന് ശ്യാമ പറയുന്നത് കേട്ട് അശ്വതി പറഞ്ഞു, ഇപ്പോൾ ചെയ്തു തന്നെ വലിയ കൂടുതലാണ് എന്നാണ് രാധികയുടെ അഭിപ്രായം. മോൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ പണം കൊടുക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ രാധിക മോൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം ചിലപ്പോൾ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ടെന്നൊക്കെ അശ്വതി അറിയിച്ചു. അത് ശരി തന്നെയാണെന്ന് ശ്യാമയെ സമ്മതിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമയ്ക്ക് കൂട്ടിരിക്കുന്ന അശ്വതിയെ പെട്ടെന്ന് അവിടെയുള്ള മറ്റൊരു ടീച്ചർ വിളിച്ചു. അശ്വതി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ശ്യാമയോട് പറഞ്ഞു, വേഗം ഭക്ഷണം കഴിക്കുക, ഇപ്പോൾ തന്നെ മോളിങ് എത്തും എന്ന് പറഞ്ഞ് അശ്വതി പുറത്തേക്ക് ഇറങ്ങി. ടീച്ചറോട് സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവിടേക്ക് രാധിക വരുന്നത് അബദ്ധവശാൽ യാദൃശികമായി കാണാനിടയാവുകയാണ് രാധിക. ഉടനെ അശ്വതി അപ്പോഴേക്കും രാധിക ഫിദയെ കാണാൻ റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് അശ്വതി വേഗം വിളിച്ചു, രാധിക മോളെ. പെട്ടെന്ന് രാധിക തിരിഞ്ഞു നോക്കിയതും, അതെ മോളെ, ഇന്നലത്തെ സംഭവങ്ങളൊക്കെ മേഡം പറഞ്ഞിരുന്നു, എന്താ അച്ഛനും അമ്മയൊക്കെ പിന്നെ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചതും രാധികയുടെ ശബ്ദം കേട്ടതോടെ വേഗം തന്നെ ശ്യാമ അകത്ത് പോയി തൻ്റെ പർദ്ദ എടുത്തണിഞ്ഞു. എന്നിട്ട് വേഗം രാധികയുടെ മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടി ആ പർദ്ദയിലായിട്ട് റെഡിയായി റൂമിലേക്ക് എത്തി. ഈ സമയത്തിനുള്ളിൽ അശ്വതി രാധികയെ വാതിക്കൽ തന്നെ പിടിച്ചു നിർത്തി. പർദ്ദയിട്ട് മുന്നിലേക്ക് വന്ന് നിന്നതിന് ശേഷം രാധികയെ കയറ്റി വിട്ടോളാനായി അശ്വതിയെ നോക്കി തലയാട്ടി കാണിച്ചു. അപ്പോഴേക്കും രാധിക അകത്തേക്ക് കയറ്റി. പിന്നീട് രാധികയെ സ്നേഹപൂർവ്വം ശ്യാമ തൻ്റെ അരികിലേക്ക് വിളിച്ചിരുത്തുന്നു. മോള് ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ വിളമ്പി വെച്ചിരുന്നു, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നാണ് രാധിക പറഞ്ഞതും ശ്യാമ പറഞ്ഞു, എന്നാ എന്താ മോൾക്ക് ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞ് ശ്യാമ തൻ്റെ മകളെ സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടി. അത് വാങ്ങിച്ച് കഴിക്കുന്നതിനിടയിൽ ശ്യാമയോ രാധികയോട് പറഞ്ഞു, മോളിനി എന്നും ഭക്ഷണം കഴിക്കാതെ പോന്നാൽ മതി, ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാം. അത് കേട്ടപ്പോഴേക്കും ശ്യാമയോട് രാധിക പറഞ്ഞു, ഒരിക്കലൊക്കെയാണെങ്കിൽ അതൊരു രസമാണ്, പക്ഷേ അതെല്ലാ ദിവസവും ആകുമ്പോൾ അത് ഞാൻ മേഡത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത് പോലെയാവും. അത് പാടില്ല. എന്നെ അച്ഛനത് കുഞ്ഞുനാൾ മുതലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് രാധിക ശ്യാമയോട് പറയുമ്പോൾ തൻ്റെ മോളുടെ നല്ല ശീലത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ അശ്വതി നോക്കുന്നു. പിന്നീട് രാധികയോട് ക്ലാസ് റൂമിലേക്ക് പോയിക്കൊള്ളാനും ഇനി ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ വരാതിരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതുപോലെ ഉണ്ടായാൽ അത് ഇവിടെ പറയണമെന്നും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാമെന്നുമൊക്കെ ശ്യാമ രാധികയോട് അറിയിച്ചു. മോൾ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ കാണുന്നതെന്ന് പറയുമ്പോൾ ഉടനെ രാധിക ചോദിച്ചു, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ആളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് അധികമായി തോന്നരുത് എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു, എന്താണെങ്കിലും ചോദിച്ചു. അപ്പോഴേക്കും രാധിക ചോദിച്ചു, അല്ല എന്നെ ഇത്ര സ്നേഹിക്കുന്ന ആളുടെ മുഖം ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ഫിദ എന്ന് പറയുന്ന തൻ്റെ സ്വന്തം അമ്മയാണ് മുന്നിലിരിക്കുന്നത് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് രാധികയോട് മറ്റൊരു പേരിൽ സംസാരിക്കുന്ന ശ്യാമയ്ക്ക് പെട്ടെന്ന് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അല്പനേരത്തെ ഓർത്തിട്ട് ശ്യാമ പറഞ്ഞു, അങ്ങനൊരു ദിവസം ഞാൻ പറയാം എന്ന് ശ്യാമ രാധികയോട് പറഞ്ഞു. മതി, അത് മതി എന്ന് രാധിക ശ്യാമയോട് മറുപടി നൽകി. പിന്നെ ഇത്രയെന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറഞ്ഞു, നീ എൻ്റെ മോളായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്നേഹിക്കുന്നതെന്ന്. അത് കേട്ടതും രാധിക ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോൾ അശ്വതിയും ആകെ ടെൻഷനോടെ ശ്യാമയെ നോക്കി. അപ്പോഴേക്കും രാധികയോട് താൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി അത് വിശദീകരിക്കുന്ന പോലെ ശ്യാമ പറഞ്ഞു, അതെ, നമ്മളെ ഒരാളെ കാണുമ്പോൾ അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണല്ലോ, അപ്പോൾ അവരോട് കൂടുതൽ അടുപ്പം തോന്നില്ലേ, അതാ ഞാൻ പറഞ്ഞത് എന്ന് ശ്യാമ രാധിക പറഞ്ഞ് മനസ്സിലാക്കുന്നു. അത് കേട്ടതും രാധിക ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അശ്വതിയോട് ശ്യാമ അവിടെ ഇനി ആ മ്യൂസിക് സ്കൂള് കാണാനായി വരുന്ന തൻ്റെ ഒരു വിദേശ സുഹൃത്തിനെ കുറിച്ച് പറയുന്നു.
ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന സമയത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും അന്ന് കീബോർഡ് പ്ലേ ചെയ്ത ആളാണെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ ശ്യാമ ഇവിടെ ഉണ്ട് എന്ന് കരുതി അവർ വരുന്നത്. അപ്പോൾ ശ്യാമയെ ഈ സമയത്ത് ശ്യാമയെ എങ്ങനെ കാണാൻ കഴിയും എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, ഞാനിവിടെ ഇല്ല എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഫിദയായിട്ട് എന്നെ കണ്ടാൽ മതി. രാധികമ്മളുടെ പെർഫോമൻസും നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസൊക്കെ കാണാൻ വേണ്ടി മാത്രം അവർ വരുന്നത് എന്ന് ശ്യാമ അശ്വതിയോട് പറയുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പരമേശ്വരൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ഡോക്ടർ വരുണിനോട് അവിടെ നിന്ന് വരുണിനോട് ഒരു സത്യം വെളിപ്പെടുത്തി. ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഇദ്ദേഹത്തെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണ്. അത് എനിക്ക് സംശയം തോന്നിയതായിരുന്നു. അത് ഞാൻ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ എനിക്കതിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രുക്കൾ ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കൾ ആരും ഇല്ല എന്ന് വരുൺ അറിയിച്ചു. എന്നാലും ഞങ്ങൾ കേസ് മൂവ് ചെയ്യുകയാണെന്ന് അറിയിച്ചപ്പോൾ വരുൺ പറഞ്ഞു, അങ്ങനെ ഒരു ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അത് അന്വേഷിച്ചോളാമെന്ന് വരുൺ അറിയിച്ചു. അതിനുശേഷം വരുണിനെ കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു കേസന്വേഷണം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള വിവരം അറിഞ്ഞ ചന്ദ്രശേഖർ ഉടൻ തന്നെ DGPയെ വിളിക്കുകയും അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് വരുണിന് നേരെ കേസ് തിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ പറയുന്നു. അങ്ങനെ തെളിവുകൾ വരുണിനെതിരാക്കിക്കൊണ്ട് വരുണിനെതിരെ കേസെടുക്കുന്നതിന് വേണ്ടി SIയെ കണിമംഗലത്തേക്ക് പറഞ്ഞേക്കുന്നു. അവിടുന്ന് വരുണിനോട് കേസിന് ആസ്പദമായ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുണിനെ വിളിച്ചുകൊണ്ട് പോലീസ് അവിടെ നിന്ന് പോകുന്നു. ഇത് വരുണിനുള്ള കെണിയായിരുന്നു എന്നറിയാതെ വരുൺ പോലീസിനോടൊപ്പം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം വരുൺ കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ വരുണിനെ ചോദ്യം ചെയ്യുകയും വരുണിനെ ലോക്കപ്പിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ഈ വിവരം അറിയാതെ ശ്യാമയുടെ മ്യൂസിക് സ്കൂളിലെത്തിയ ആ വിദേശികൾക്ക് മുന്നിൽ നൃത്തം ചെയ്യുകയാണ് രാധിക. രാധികയുടെ ഡാൻസ് അവർക്ക് വളരെയേറെ ഇഷ്ടമാവുകയും രാധികയുടെ പെർഫോമൻസ് കണ്ട് ശ്യാമയും വല്ലാതെ സന്തോഷിക്കുന്നു. അതിനുശേഷം രാധികയെ ചേർത്ത് പിടിച്ച് അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞ് ശ്യാമ രാധികയ്ക്ക് ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്യുന്നു. പിന്നീട് വീട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് ദേവനാരായണൻ തിരുമേനിയെ വിളിച്ച് പ്രിയങ്ക വിവരങ്ങൾ അറിയിച്ചത്. വരുണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വിവരം രാധിക ദേവനാരായണിലൂടെ അറിയുന്നു. ഉടൻ തന്നെ ദേവനാരായണൻ പറഞ്ഞത് കേട്ട് ഹൃദയം തകർന്ന വേദനയോടെ നേരെ കണ്ണന് മുന്നിലെത്തി പ്രാർത്ഥനയോടെ ഇരിക്കുന്നു രാധിക. നിരപരാധിയായ വരുണിനെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കുന്നതിന് വേണ്ടി തെളിവുകൾ സഹിതം വരുണിനെ രക്ഷപ്പെടുത്താൻ കഴിയണമെന്നും വരുൺ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നും അതുകൊണ്ട് തന്നെ വരുണിനെ ശിക്ഷിക്കരുതെന്നും വരുണിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തി തരണമേ എന്ന് ഭഗവാനോട് രാധിക പ്രാർത്ഥിക്കുന്നു.